പറഞ്ഞതിന് നമ്മുടെ കുഞ്ഞ് ഒരു നല്ല കുഞ്ഞായിരിക്കും. ഇതൊന്നും ഞാൻ എടുത്തില്ല. അതൊരു കുഞ്ഞായിരിക്കും. ഗൈസ്, നമ്മൾ കേട്ട സത്യമാണ്. നാളെ പെട്രോൾ പമ്പ് അവധി. ഇവിടെ ഭയങ്കര. എവിടെ പോവാം? എവിടെയും പോവാൻ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയുന്ന നാളെ പമ്പ് അവധിയാന്ന് പറയുന്നത്. നാളെ ഒരു കല്യാണത്തിന് പോകണം. അതുകൊണ്ട് ഇന്നിനിപ്പോ ചെന്ന് പെട്രോൾ അടിക്കണം. പോയാലോ? കീ എടുത്തോ? ഫോൺ എടുത്തോ? വെരി കെയർലെസ് ഗൈ. വീണ്ടും മത്തങ്ങത്തല. എന്നിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വേറെ എവിടെ പോകണം? പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും. വേറെ എവിടെ പോകണം? വേറെ നമുക്ക് വർക്കല പോയാലോ? പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. അതാ നമ്മൾ വളവ് വളയുകയാണ്. അതാ നമ്മൾ നേരെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വയനാട്ടോട്ട് പോവുകയാണ്. മയ്യനാട് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് എനിക്ക് കരിക്ക് ഷേക്ക് വാങ്ങി. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. വളരെ ഒരു ഷോർട്ട് ട്രിപ്പാണിത്. ഞാൻ ഒരുപാട് നാളായി പുറത്തൊക്കെ പോയിട്ട്. ആകെ ഞാൻ പോകുന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ കുറെ നാളായി പോയിട്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പോരുത്, ഒരുപാട് യാത്ര ചെയ്തത് വീട്ടിൽ. അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല. അധികം അനന്യൊന്നും ചെയ്തൊന്നും പറഞ്ഞില്ല. നമ്മൾ പിന്നെ ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പോകുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാലും വരാനുള്ളത് വരും. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചിട്ട് തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് തൊട്ട് മുന്നേ പണി കിട്ടുമല്ലോ. അതാണ് പണിയൊന്നും കിട്ടല്ലേ. ഇതുവരെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞെന്തിന്? അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ അടുത്ത പണിയാ. ചുമ്മാ നമുക്ക് അങ്ങനെയൊന്നും വിശ്വാസമൊന്നുമില്ല അല്ലേ? കണ്ടറിയാം. കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇറങ്ങിയപ്പോ ഒരു സന്തോഷം. ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ മനസ്സിങ്ങനെ ഇടയ്ക്ക് ഒരുമാതിരിയാവും. Is it true? Yes. Is the truth? It's the truth. The hard truth? നല്ല വാവ. നല്ലൊരു വാവയെ കണ്ടു ഗൈസ്. നിങ്ങളുടെ വാവ അതേ കണ്ടത്തെ വാവയായിരിക്കും. നമ്മുടെ വാവ അങ്ങനെ ആയിരിക്കും. എല്ലാ വാവയ്ക്കും ഒരു വാവാന്റെ സൗന്ദര്യം കാണും. പക്ഷെ എങ്ങനെ ആയിരിക്കും അല്ലേ കൊച്ച്? നമ്മുടെ കൊച്ച എനിക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ. നീല് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ. അത് നമ്മൾ ആൻസർ എക്സ്പെക്ട് ചെയ്ത് ചോദിക്കുന്നതല്ല. നമ്മുടെ കുഞ്ഞ് ഒരു നല്ല കുഞ്ഞായിരിക്കും. ഇതൊന്നും ഞാൻ ഇടത്തില്ല. അതൊരു കുഞ്ഞായിരിക്കും. ഇതൊന്നും ഞാൻ ഇടത്തില്ല. അതൊക്കെ ഇടണോ? എന്തോ ഭാഗ്യത്തിന് ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും ഗേറ്റ് അടവായിരിക്കും. ഇവിടെയും കൂട്ടിക്കടയും. കൂട്ടിക്കട ഈസ് ഫേമസ് ഫോർ ദ ഗേറ്റ് അടവ്, യു നോ. നമ്മുടെ മയ്യനാട് ആശുപത്രി. ഗൈസ്, നമ്മൾ കേട്ട സത്യമാണ്. നാളെ പെട്രോൾ പമ്പ് അവധി. ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മളങ്ങനെ പെട്രോൾ അടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി. നല്ല തിരക്കുണ്ട്. തിരക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവിടെ പമ്പിൽ ചോദിച്ചപ്പോൾ അവര് പറയുന്നത് തീരുമാനമായിട്ടില്ല എന്നല്ലേ. നാളെ അവധി എന്നുള്ള കാര്യത്തില് തീരുമാനമായിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പയ്യന് കറക്റ്റ് അറിയത്തില്ല എന്ന് തോന്നുന്നു. മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ അതാണ്. പഞ്ചായത്തില് இந்த പഞ്ചായത്തില് തുറന്നിരിക്കുകയാണോ? അവരാണോ കൂട്ടിട്ട് പോകുന്നത്? ആരോ കേക്ക് വാങ്ങിട്ട് പോകുന്നതാണ്.
അവര് പൂട്ടിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ ലാഭിക്കാറുണ്ട്. കൂട്ടിയിട്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ല ഉണ്ട് ഇവിടെ സൈഡിലോട്ട്. നിനക്ക് കരിക്കൻ ഷേക്ക് കുടിക്കാൻ നീ വരണ്ടേ? എനിക്ക് പാഴ്സൽ വാങ്ങിയാ മതി. എന്ത് പാഴ്സലായിട്ട് റിവ്യൂ ചെയ്യാനാ? ഞാൻ എനിക്ക് ഇവിടെ വെച്ചിട്ട് കഴിക്കാം. നമുക്ക് ഇതിനെ ഓട്ടിച്ച് നാളെ പെട്രോളിന്റെ പ്രശ്നമില്ലാതെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു കേട്ടാ. കുറച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓട്ടിക്കായിരുന്നു വേണ്ടി. നോക്കി പോകും. എനിക്ക് കരിക്ക് ഷേക്ക് വാങ്ങാൻ പോകുന്നു. എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. ഇത് മാത്രമേ വാങ്ങിയുള്ളൂ. വേറെ എന്തെങ്കിലും വേണമായിരുന്നോ? ഇത് മാത്രമൊന്നല്ല, എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ എന്നാ ചോദിച്ചത്. പല ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് പ്ലെയിനാണ് ഇഷ്ടം. ആ കരിക്കിന്റെ മാത്രം ടേസ്റ്റ്. ചിക്കു ഫ്ലേവർ ഉണ്ട്, മാംഗോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ആകപ്പാടെ കരിക്ക് ഷേക്ക് എന്ന് പറഞ്ഞ് ഈ ഒറ്റ ഇതേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ആദ്യമായിട്ട്. ഏതാ നമ്മുടെ തട്ടാമല കാണുന്ന ആ ഷേക്ക് കടയൊക്കെ ഇല്ലേ? അല്ല, ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്, പല ഫ്ലേവേഴ്സിലും നമുക്കുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോവാം. ഓറിയോ അതിന്റെ ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്. അവിടെ തന്നെ ഉണ്ടോ അതൊക്കെ? എത്ര രൂപയൊക്കെയാ? ഈ ഫ്ലേവർ അനുസരിച്ച് വില കൂടും. ഞങ്ങള് സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട്, ഇതിന്റെ തല മാത്രം. ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട്, അവിടെ കരിക്ക് ഷേക്കിനൊക്കെ 50. പിന്നെ കിറ്റ്കാറ്റോ ഓറിയോ അങ്ങനെയുള്ള വേറെ ഫ്ലേവേഴ്സിനൊക്കെ 60 ഒക്കെ, അത്രയൊക്കെ. പിന്നെ കള്ളിമുക്കിലുണ്ട്. അവര് ചെയ്ത് വെച്ചിരുന്നതല്ല, ഇതിപ്പം പറഞ്ഞപ്പോ അവരെടുത്ത് അടിച്ചതാണ്. അതാ താനി പാലം, പാലം ഓഫ് ദ താനി. നോക്കിയിരിക്കുന്നു എന്തിന്? ഇതാണ് നമ്മുടെ മയനാട് സ്കൂളിന്റെ ഗ്രൗണ്ട്. ഇതാണ് മയനാട് HSS. ഞാൻ ഇവിടെ പഠിച്ചത്. ഇവിടുന്ന് വളയാം. വേറൊരു റൂട്ട് പോവുകയാണ്. അതൊക്കെ അമ്പുണ്ടോടെ. പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഈ വഴിയൊക്കെ സൈക്കിളോട്ട് പോവായിരുന്നു. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വഴി പോകുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ഈ വഴി പോയപ്പോൾ ഒരു പാമ്പിന്റെ മണ്ടയിൽ കൂടെ കയറ്റിയായിരുന്നു. പാമ്പല്ല, ചേര. അത് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്കൂൾ ബസ്സും ഉണ്ടായിരുന്നു. ഇപ്പം പിള്ളേരൊക്കെ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അതിൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇവന്മാരതാ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് എപ്പോൾ ഈ വഴി വന്നാലും എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ഞാനും പാമ്പുകളും തമ്മിൽ അങ്ങനെ ഭയങ്കര സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഇത്രയും കുടിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അത് അപ്പോഴേ തീർന്നാണ്. നമ്മൾ ആസ്വദിച്ചു കുടിക്കണം. നേരെ വയനാട് ഇല്ലാത്തതൊന്നുമില്ല. വയനാട് സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, അമ്പലമുണ്ട്, അടിപൊളി ചന്തയുണ്ട്. ഇല്ലാത്ത ഒന്നുമില്ല. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ശാന്തതയുള്ള സ്ഥലമാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാൻ, പറഞ്ഞ പീക്കിലെത്തി, അറ്റത്ത് കൊണ്ടുപോയി. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മള് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ
നമുക്ക് വെള്ളത്തിന് പ്രശ്നമില്ല, കായലും കടലും ഉണ്ട്. നമ്മുടെ പള്ളിപ്പെരുന്നാളാണ്, അപ്പം അതിൻ്റെ ഒരുക്കമൊക്കെ നടക്കുന്നു. അല്ല, പെരുന്നാൾ നാളെയാണ്, നാളെ കൊടിയേറും. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്, വെള്ളത്തിന് പ്രശ്നമില്ല. അതെ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട്. അങ്ങനെ നമ്മൾ വീടെത്താറായി. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ വീടെത്തും. വഴികളൊക്കെ ഇവര് കണ്ട് മടുത്തത്. ഇവിടെ ഒരു പുതിയ കുരിശടി വരുന്ന അന്തോണീസ് പുണ്യാളന്റെ. കാറിൽ പോകുമ്പോ ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? ആലിപ്പഴം പെറുക്കാം നല്ലതാ. അയാൾക്ക് ആ സ്കൂട്ടർ കുറച്ചും കൂടെ നടുക്ക് വെക്കായിരുന്നില്ലേ? അയാൾ ഒരുപാട് ഒതുക്കി വെച്ച് പോയി. അങ്ങനെ ചെയ്യരുത്. ഓ റൈഡർ അവിടെ പോണോ? വേണ്ട വേണ്ട, വെറുതെ എന്തിനാ പെട്രോള്. കണ്ടില്ലേ ഗൈസ്, പെട്രോൾ ഒന്നും വേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പാപ്പരുടെ അങ്ങ് അറ്റം വന്ന് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങനെ വീടെത്തി ഗൈസ്, വീടെത്തി. ഞങ്ങൾ അങ്ങനെ വീടെത്തി. ഈ ഒരു ട്രിപ്പ് അവസാനിച്ചു. ട്രിപ്പ് അവസാനിച്ചെങ്കിൽ എൻ്റെ കരിക്ക് ഷേക്ക് അവസാനിച്ചില്ല. അതാണ് അങ്ങനെ വേണം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ബൈ ഗൈസ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കുത്തിപ്പൊട്ടിക്കാതെ അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണ്ടേ.